നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് SSLC ഫിസിക്സിന്റെ ഒന്നാമത്തെ ചാപ്റ്ററായ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ്, വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ് എടുക്കുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത് കറന്റ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് കറന്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ കറന്റ് എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ കേൾക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ കറന്റ് എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അറിയാമോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? കറന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക് കറന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ചാർജസ് ദാറ്റ് ഫ്ലോസ് ത്രൂ എ സെക്കൻഡ് ഇൻ 1 സെക്കൻഡ്. അതായത് ഒരു സെക്കൻഡിൽ ഒരു സർക്യൂട്ടിൽ കൂടെ ഒഴുകുന്ന ചാർജുകളുടെ എണ്ണത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രിക് കറന്റ് എന്ന്. അതായത് ഫ്ലോ ഓഫ് ചാർജസ്, ചാർജുകളുടെ ഒഴുക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്നത്. ഈ ഇലക്ട്രിക് കറന്റ് നമ്മൾ I എന്ന് പറയുന്ന ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് ഡിനോട്ട് ചെയ്യുക. I എന്ന് പറയുന്ന ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് ഇലക്ട്രിക് കറന്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ഇലക്ട്രിക് കറന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് Q/T. I is equal to Q/T. അതാണ് ഇലക്ട്രിക് കറന്റ് നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അതില് Q എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് ചാർജ്, ചാർജുകളുടെ എണ്ണത്തിനെയാണ് Q എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അത് ക്യാപിറ്റൽ Q ആയാലും കുഴപ്പമില്ല, സ്മോൾ ലെറ്റർ Q ആയാലും നമുക്ക് കുഴപ്പമില്ല. T എന്ന് പറയുന്നത് ടൈമിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ Q എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് ചാർജും T എന്ന് പറഞ്ഞാൽ ടൈം അല്ലെങ്കിൽ സമയം. ഇനി Q എന്ന് പറഞ്ഞാൽ അതിന്റെ യൂണിറ്റ്, നമ്മുടെ ചാർജിന്റെ യൂണിറ്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ C എന്ന് പറയുന്ന ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. C എന്ന് പറയുന്ന ലെറ്റർ, ഈ C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂളോം എന്നാണ്. C എന്ന് പറഞ്ഞാൽ കൂളോം. C എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. അത് ഡിനോട്ട് ചെയ്യുന്നത് കൂളോം എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. ഇനി കറന്റ് നമ്മൾ അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസിന്റെ പേരാണ് അമീറ്റർ എന്ന് പറയുന്നത്. അമീറ്റർ എന്ന് പറയുന്നതാണ് കറന്റ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് അമീറ്റർ എന്ന് പറയുന്നത്. ഈ അമീറ്റർ നമ്മൾ സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് സീരീസ് ആയിട്ട് വേണം കണക്ട് ചെയ്യാൻ. ശ്രേണി രീതിയിൽ വേണം നമ്മൾ ഒരു അമീറ്ററിനെ സർക്യൂട്ടിൽ കണക്ട് ചെയ്യേണ്ടത്. ഇനി ഈ ഒരു ലെറ്റർ, ഈ സിമ്പൽ ഉപയോഗിച്ചിട്ടാണ് നമ്മളൊരു സർക്യൂട്ടിൽ അമീറ്റർ കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ A എന്ന് പറയുന്ന ഈ ലെറ്റർ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ അമീറ്ററിനെ സർക്യൂട്ടിൽ വരച്ച് കാണിക്കേണ്ടത്. ഇനി കറന്റിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത്, കറന്റിന് ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഉണ്ട്, അത് ആംപിയർ എന്നാണ് കറന്റിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ്. അപ്പൊ കറന്റിന്റെ യൂണിറ്റ് ആംപിയർ ആണ്. ഇതാണ് നമ്മുടെ അമീറ്ററിന്റെ ഫിഗർ. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ അമീറ്ററിന്റെ ഫിഗർ കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ അമീറ്റർ കാണിക്കുന്നത്. ഈ ഒരു ലെറ്റർ ഇങ്ങനെയാണ് നമ്മളിത് വലിയ ക്ലാസ്സുകളിൽ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ലാബിൽ കാണിക്കും. ഈ ഒരു സാധനമാണ് ഈ അമീറ്റർ എന്ന് പറയുന്നത്. ഇതിലാണ് നമ്മൾ കറന്റ് മെഷർ ചെയ്യുന്നത്. ഇത് നമ്മൾ സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്നത് ശ്രേണി രീതിയിലാണ്. അതായത് സീരീസ് കണക്ഷനിൽ വേണം നമ്മൾ ഒരു സർക്യൂട്ടിൽ അമീറ്ററിനെ കണക്ട് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എന്താണ് കറന്റ് എന്ന് പഠിച്ചു. കറന്റ് എന്ന് പറഞ്ഞാൽ ഫ്ലോ ഓഫ് ചാർജസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കറന്റ് എന്ന് പറയുന്നത്. I എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കറന്റിനെ ഡിനോട്ട് ചെയ്യുന്നത്. കറന്റിന്റെ ഇക്വേഷൻ I is equal to
Q/T അതാണ് നമ്മുടെ കറന്റിന്റെ ഇക്വേഷൻ. പിന്നെ യൂണിറ്റ് എന്ന് പറയുന്നത് കറന്റിന്റെ യൂണിറ്റ് ആംപിയർ ആണ്. ചാർജിന്റെ യൂണിറ്റ് കൂളോം ആണ്. ക്യാപിറ്റൽ ലെറ്റർ C കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. പിന്നെ ടൈമിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. ഇനി നമ്മൾ അടുത്തൊരു പഠിക്കുന്ന ടേം ആണ് പൊട്ടൻഷ്യൽ വ്യത്യാസം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. എന്താണ് ഈ പൊട്ടൻഷ്യൽ വ്യത്യാസം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ രണ്ട് ചാർജുകൾ, രണ്ട് പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഒരു കൂളോം ചാർജ് ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് ചലിപ്പിക്കാൻ ചെയ്യേണ്ട പ്രവൃത്തി 1 ജൂൾ ആണെങ്കിൽ ആ ബിന്ദുക്കൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം 1 വോൾട്ട് ആയിരിക്കും. ഈ 1 വോൾട്ട് എന്നുള്ളത് എക്സാമിന് ചോദിക്കുന്ന ഒന്നാണ്. നമുക്ക് വൺ വേർഡിനൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. നമുക്ക് ഡെഫിനിഷൻ തരും, ചോദിക്കുക, ആ 1 വോൾട്ടിന്റെ അവിടെ ഡാഷ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ ഒരു കൂളോം ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യിപ്പിക്കാൻ നമ്മൾ 1 ജൂൾ വർക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് പോയിന്റിന്റെയും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 1 വോൾട്ട് ആയിരിക്കും. ഇനി നമ്മൾ വോൾട്ടിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് നമ്മൾ കണക്കാക്കുന്നത് വോൾട്ട് എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ്. വോൾട്ട് V എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ V എന്ന് പറയുന്ന ക്യാപിറ്റൽ ലെറ്റർ V കൊണ്ട് തന്നെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ യൂണിറ്റ് ആയ വോൾട്ടിനെ നമ്മൾ V എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. ഇനി ഈ നമ്മൾ കറന്റ് മെഷർ ചെയ്യാൻ ഡിവൈസ് അമീറ്റർ എന്ന് പഠിച്ചു. അതേപോലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ഉണ്ട്. അതിന്റെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? ആ ഡിവൈസിന്റെ പേരാണ് അമീറ്റർ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസിന്റെ പേരാണ് വോൾട്ട് മീറ്റർ. നമ്മൾ വോൾട്ട് മീറ്റർ യൂസ് ചെയ്തിട്ടാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യുന്നത്. ഇതാണ് വോൾട്ട് മീറ്ററിന്റെ ഫിഗർ. ഇതാണ് നമ്മുടെ വോൾട്ട് മീറ്റർ. അമീറ്റർ പോലെ തന്നെയാണ് ഒരു പോസിറ്റീവ് ടെർമിനൽ ഉണ്ടായിരിക്കും, ഒരു നെഗറ്റീവ് ടെർമിനലും ഉണ്ടായിരിക്കും. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? വോൾട്ട് മീറ്റർ എന്ന് പറയുന്നത്. ഈ വോൾട്ട് മീറ്റർ നമ്മൾ കണക്ട് ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കണം? പാരലൽ ആയിട്ടായിരിക്കണം, സമാന്തര രീതിയിൽ വേണം നമ്മൾ ഒരു സർക്യൂട്ടിൽ വോൾട്ട് മീറ്ററിനെ കണക്ട് ചെയ്യേണ്ടത്. സമാന്തര രീതിയിൽ വേണം. വോൾട്ട് മീറ്റർ നമുക്ക് ക്വസ്റ്റ്യൻ വരാൻ ഇങ്ങനെയല്ല ചോദിക്കുക. നമുക്കൊരു സർക്യൂട്ട് തരും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു സർക്യൂട്ട് തന്നിട്ട് ആ സർക്യൂട്ടില് വോൾട്ട് മീറ്റർ രണ്ട് ടൈപ്പിൽ വോൾട്ട് മീറ്ററും കണക്ട് ചെയ്തിട്ട്, വോൾട്ട് മീറ്ററിനെ സീരീസ് ആയിട്ടും കണക്ട് ചെയ്തിട്ടുണ്ടാവും, പാരലൽ ആയിട്ടും കണക്ട് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ചോദ്യം ചോദിക്കുക, ഈ സർക്യൂട്ടിൽ കറക്റ്റ് ഫിഗർ ഏതാന്നായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് ഫിഗർ കണ്ടു കഴിഞ്ഞാൽ ആ വോൾട്ട് മീറ്ററിനെ സീരീസ് ആയിട്ടാണോ പാരലൽ ആയിട്ടാണോ കണക്ട് ചെയ്തത് എന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ നമ്മുടെ ഇതില് വോൾട്ട് മീറ്റർ നമ്മൾ എപ്പോഴും സീരീസ് കണക്ഷൻ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യില്ല, പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യുള്ളൂ. സമാന്തര രീതിയിൽ മാത്രമേ നമ്മൾ വോൾട്ട് മീറ്റർ എന്ത് ചെയ്യുള്ളൂ? കണക്ട് ചെയ്യുള്ളൂ. ഇനി അടുത്ത ടോപ്പിക്കാണ് റെസിസ്റ്റേഴ്സ്. അപ്പൊ റെസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മലയാളത്തിൽ നമ്മൾ അതിനെ പ്രതിരോധകങ്ങൾ എന്ന് പറയും. റെസിസ്റ്റേഴ്സ് അതായത് ഒരു സർക്യൂട്ടിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റിനെ ഒപ്പോസ് ചെയ്യുക, അതായത് തടസ്സപ്പെടുത്തുക. കറന്റിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റെസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ പ്രതിരോധകങ്ങൾ എന്ന് പറയുന്നത്. കറന്റിന്റെ ഫ്ലോനെ ഒപ്പോസ് ചെയ്യുക. ഈ റെസിസ്റ്റർ നമ്മൾ സർക്യൂട്ടിൽ വരയ്ക്കണ സമയത്ത് നമ്മൾ ഇങ്ങനത്തെ ഈ ഒരു ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്, ഈ ഒരു സിമ്പൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സർക്യൂട്ടിൽ റെസിസ്റ്റേഴ്സിനെ കാണിക്കുക. ഈ ഒരു സിമ്പലാണ് റെസിസ്റ്റേഴ്സിനെ ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ റെസിസ്റ്റേഴ്സിന്റെ യൂണിറ്റ് ഓം എന്നാണ് നമ്മൾ റെസിസ്റ്റേഴ്സിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. അതിന്റെ ലെറ്റർ വന്നിട്ട് ഇങ്ങനെയാണ് നമ്മൾ സിമ്പൽ എഴുതുക, ഓം.
ക്യാപിറ്റൽ ലെറ്റർ R കൊണ്ടാണ് നമ്മൾ റെസിസ്റ്റേഴ്സിനെ എന്ത് ചെയ്യുന്നത്, ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ റെസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറന്റിന്റെ ഫ്ലോനെ തടസ്സപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. നമ്മള് സർക്യൂട്ടിൽ കൂടെയുള്ള കറന്റിന്റെ ഫ്ലോ കൂട്ടിക്കഴിഞ്ഞാൽ റെസിസ്റ്റർ എന്ത് ചെയ്യും, കുറയും. അതായത് കറന്റ് കൂടിക്കഴിഞ്ഞാൽ പ്രതിരോധം കുറയും. അപ്പോൾ കറന്റും റെസിസ്റ്ററും പ്രതിരോധവും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, വിപരീത അനുപാതത്തിലായിരിക്കും. ഐയും വിയും, അതായത് കറന്റും പൊട്ടൻഷ്യൽ ഡിഫറൻസും തമ്മിലുള്ള കണക്ഷൻ റിലേഷൻ എന്ന് പറയുന്നത്, കറന്റ് കൂടിക്കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസും കൂടും. അപ്പൊ കറന്റ് എന്ന് പറയുന്നതും പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നതും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, നേർ അനുപാതത്തിലാണ്. ഒന്ന് കൂടിയാൽ മറ്റേതും കൂടും, ഒന്ന് കുറയാണെന്നുണ്ടെങ്കിൽ മറ്റേതും കുറയും. അടുത്തത് എഫക്ട്സ് ഓഫ് റെസിസ്റ്റൻസ്. ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. അതിലൊരു 4 കാര്യം നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തത് നേച്ചർ ഓഫ് ദി സബ്സ്റ്റൻസ്. നമ്മൾ എടുക്കുന്ന പദാർത്ഥത്തിന്റെ സ്വഭാവത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും ഇതിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കോപ്പർ വയറും നിക്രോം വയറും എടുക്കുന്നു വിചാരിക്കുക. കോപ്പർ വയറിന്റെ റെസിസ്റ്റൻസ് ആയിരിക്കണം എന്നില്ല എടുക്കുന്ന നിക്രോം വയറിന് ഉണ്ടാവാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന സബ്സ്റ്റൻസ് അല്ലെങ്കിൽ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അതിന്റെ റെസിസ്റ്റൻസിൽ ഉണ്ടാകുന്ന ചേഞ്ച് അല്ലെങ്കിൽ പ്രതിരോധത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ, ചാലകത്തിന്റെ നീളം എന്ന് പറയുന്നത്. R എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് Lന്. അതായത് ചാലകത്തിന്റെ നീളം കൂടിക്കഴിഞ്ഞാൽ, ലെങ്ത് കൂടിയാൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധവും കൂടും. അപ്പൊ നീളം കൂടിയാൽ പ്രതിരോധം എന്ത് ചെയ്യും, കൂടും. അടുത്തത് തിക്നെസ് ഓഫ് ദി കണ്ടക്ടർ. തിക്നെസ് ഓഫ് ദി കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ എടുക്കുന്ന ആ ചാലകത്തിന്റെ വണ്ണം, ചാലകത്തിന്റെ വണ്ണവും അതുപോലെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധവും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നറിയോ? വണ്ണം കൂടിക്കഴിഞ്ഞാൽ പ്രതിരോധം കൂടുമോ കുറയുമോ? എന്തായിരിക്കും? വണ്ണം കൂടിക്കഴിഞ്ഞാൽ, ചാലകത്തിന്റെ വണ്ണം കൂടിക്കഴിഞ്ഞാൽ പ്രതിരോധം കുറയാണ് ചെയ്യുക. അതായത് റെസിസ്റ്റൻസും അതുപോലെ തിക്നെസ് ഓഫ് ദി കണ്ടക്ടർ അല്ലെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്നും പറയും. ഇത് രണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ വണ്ണം കൂടിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം കുറയും. ഇനി വണ്ണം കുറഞ്ഞാലോ പ്രതിരോധം കൂടും. അതാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അടുത്തത് ടെമ്പറേച്ചർ അല്ലെങ്കിൽ മലയാളത്തിൽ ഊഷ്മാവ് എന്ന് പറയും. ടെമ്പറേച്ചറും റെസിസ്റ്റൻസും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസും കൂടും. ടെമ്പറേച്ചർ കുറയാണെങ്കിൽ റെസിസ്റ്റൻസും എന്ത് ചെയ്യും, പ്രതിരോധവും കുറയും. ഇതാണ് 4 ഫാക്ടേഴ്സ്, റെസിസ്റ്റൻസിനെ എഫക്ട് ചെയ്യുന്ന 4 ഫാക്ടേഴ്സ് ആണ്. ഒന്ന് നേച്ചർ ഓഫ് ദി സബ്സ്റ്റൻസ്, പദാർത്ഥത്തിന്റെ സ്വഭാവം. 2 ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ, ചാലകത്തിന്റെ നീളം. മൂന്നാമത്തത് തിക്നെസ് ഓഫ് ദി കണ്ടക്ടർ അല്ലെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്നും പറയാം, ചാലകത്തിന്റെ വണ്ണം. നാലാമത്തതാണ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഊഷ്മാവ് എന്ന് പറയുന്നത്. അടുത്ത ഒരു ലോയാണ്
ഓംസ് ലോ എന്ന് പറയുന്നത്. ഈ ലോ കേട്ടിട്ടുണ്ടോ? ഓംസ് ലോ എന്ന് പറയുന്നത് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഫിസിക്സിൽ. ഓംസ് ലോ എന്താണ്? ഓംസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഐയും വിയും ആറും ഇപ്പൊ പറഞ്ഞ നമ്മൾ ഐ എന്താണ്, കറന്റ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ റെസിസ്റ്റൻസ് എന്താന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ കറന്റിനെയും പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയും റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധത്തിനെയും മൂന്നിനെയും കൂടെ കണക്ട് ചെയ്തിട്ട് പറയുന്ന ഒരു ലോ ആണ് എന്ത്? ഓംസ് ലോ എന്ന് പറയുന്നത്. ഓംസ് ലോയിൽ വി എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് ഐ. ഇതാണ് ഓംസ് ലോ പറയുന്നത്. അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് കറന്റിന്. അതായത് വി കൂടിക്കഴിഞ്ഞാൽ ഐ ഓൾവേസ് ഇൻക്രീസസ്. വി ഡിക്രീസ് ആയാൽ ഐ ഓൾവേസ് ഡിക്രീസസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടിയാൽ കറന്റും കൂടും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ കറന്റും കുറയും. ഇനി ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കോൺസ്റ്റന്റ് യൂസ് ചെയ്യുന്നുണ്ട്. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ഒരു കോൺസ്റ്റന്റ് യൂസ് ചെയ്യുന്നുണ്ട്. ആ കോൺസ്റ്റന്റ് ആണ് ആർ എന്ന് പറയുന്നത്. ഈ ആറിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. അതിന് ഇന്നൊരു പേരും കൂടെ ഉണ്ട്, റെസിസ്റ്റൻസ്. അപ്പൊ ഈ റെസിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ ലെറ്റർ ആർ വെച്ച് നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ വിയും ഐയും ആറും തമ്മിലുള്ള റിലേഷൻ ആണ് എന്ത്? ഓംസ് ലോ. ഇനി ഇത് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് ഓംസ് ലോയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളും ചെയ്യാനുണ്ട്. അപ്പൊ അതിൽ നമുക്ക് ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം. അപ്പൊ ഈ ചാപ്റ്ററിൽ നമുക്ക് ഒരുപാട് ഇക്വേഷൻസ് വരുന്നത് കാരണം ഇക്വേഷൻസ് നമുക്ക് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിനാണ് ഈ ഒരു ട്രയാങ്കിള് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രയാങ്കിളില് ഇത് വി, ഇത് ഐ, ഇത് ആർ. ഇനി നമുക്ക് വി ആണ് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് കാണുന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ അടച്ചു പിടിക്കുക. അപ്പൊ എന്ത് കിട്ടും? ഐ ഇൻറ്റു ആർ എന്ന് കിട്ടും. അപ്പൊ വി ഇസ് ഈക്വൽ ടു ഐ ആർ. അതാണ് ഫസ്റ്റത്തെ ഇക്വേഷൻ. ഇനി നമുക്ക് അടുത്തത് ഐ ആണ് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഐനെ അടച്ചു പിടിക്കുക. അപ്പൊ എന്തെന്ന് കിട്ടും? വി ബൈ ആർ എന്ന് കിട്ടും. അപ്പൊ വി ബൈ ആർ, ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ ആണ് കറന്റിന്റെ ഇക്വേഷൻ. ഇനി നമുക്ക് റെസിസ്റ്റൻസ് ആണ് കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ ആറിനെ പൊത്തിപ്പിടിക്കുക. അപ്പൊ എന്ത് കിട്ടും? വി ബൈ ഐ എന്ന് കിട്ടും. അപ്പൊ ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ. അതാണ് നമ്മുടെ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ. ഇങ്ങനെ 3 ഇക്വേഷൻസ് ആണ് ഉള്ളത് ഓംസ് ലോയുമായി ബന്ധപ്പെട്ടിട്ട്. അടുത്തത് നമുക്ക് റെസിസ്റ്റൻസിനെ 2 ടൈപ്പിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതൊക്കെ ടൈപ്പിലാണ് നമുക്ക് ഈ പ്രതിരോധത്തെ ക്രമീകരിക്കുക എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. 2 ടൈപ്പിലാണ് നമുക്ക് പ്രതിരോധകങ്ങളെ കാണിക്കാൻ പറ്റുന്നത്. ഒന്നാമത്തത് ശ്രേണി രീതിയിലും രണ്ടാമത്തത് സമാന്തര രീതിയിലും. അപ്പോൾ ശ്രേണി രീതി അല്ലെങ്കിൽ സീരീസ് കണക്ഷനിലാണ് ഫസ്റ്റത്തെ നമുക്ക് ഉള്ളത്. സീരീസ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫിഗറിൽ കാണുന്ന ഇതാണ് നമ്മുടെ സീരീസ് കണക്ഷൻ. അതായത് നമ്മൾ ഇവിടെ എത്ര റെസിസ്റ്റേഴ്സ് വേണമെങ്കിലും നമുക്ക്, എത്ര പ്രതിരോധകങ്ങൾ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ 2 പ്രതിരോധകമാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ശ്രേണി രീതിയിൽ, ഈ ശ്രേണി രീതി എന്താ, സമാന്തര രീതി എന്താന്ന് നിങ്ങൾക്കറിയോ? നമ്മൾ ശ്രേണി രീതിയിൽ നിന്നും സമാന്തര രീതിയിൽ നിന്നും കേട്ടിട്ടുണ്ട്. എന്താണ് ഈ ശ്രേണി രീതി അല്ലെങ്കിൽ എന്താണ് ഈ സമാന്തര രീതി എന്ന് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങളുടെ വീട്ടിലെല്ലാവരുടെയും LED ബൾബ് നമ്മൾ വല്ല എന്താ പറയുക പരിപാടികളൊക്കെ ആവണ സമയത്ത് ഹാങ് ചെയ്യാൻ വേണ്ടി ക്രിസ്മസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് LED ബൾബ് എന്ന് പറയുന്നത്. അതിനൊരൊറ്റ പ്ലഗേ ഉണ്ടാവുള്ളൂ. ആ ഒരു വയറിൽ ഒരുപാട് ബൾബുകൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും.
അപ്പൊ ആ ഒരു കണക്ഷനാണ് ശ്രേണി രീതി എന്ന് പറയുന്നത്. ഒരൊറ്റ വയറ് അതിൽ ഒന്ന് കഴിഞ്ഞ് ഒന്ന് അങ്ങനെ നമ്മൾ കണക്ട് ചെയ്യുന്നത്. അതിന് നമ്മൾ ഒറ്റ പ്ലഗേ ഉണ്ടാവുള്ളൂ. ആ പ്ലഗ് നമ്മൾ കുത്തിയിട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആ എല്ലാ ബൾബും എന്ത് ചെയ്യും? കത്തും. നമുക്ക് ഒരു ബൾബ് എന്ന് മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കത്തിക്കാൻ പറ്റില്ല ശ്രേണി രീതിയിൽ. ഒരു സ്വിച്ച് അങ്ങോട്ട് ഓൺ ചെയ്ത പ്ലഗ് കുത്തിയിട്ട് ഒരു സ്വിച്ച് അങ്ങോട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ബൾബും എന്ത് ചെയ്യും? കത്താൻ തുടങ്ങും. അപ്പൊ ആ എല്ലാ ബൾബിനും കിട്ടുന്ന കറണ്ട് എന്താണ് അവിടെ? സെയിം കറണ്ട് തന്നെയാണ് കിട്ടുന്നത്. ഇനി നമ്മൾ പാരലൽ കണക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടില് നമ്മൾ യൂസ് ചെയ്യുന്നില്ലേ, അതാണ് പാരലൽ കണക്ഷൻ. ഇപ്പൊ നമ്മുടെ വീട്ടില് ഓരോ റൂമിലും ഫാന്, ലൈറ്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഫാനിന് ഒരു സ്വിച്ച്, ലൈറ്റിന് ഒരു സ്വിച്ച്, അങ്ങനെ നമ്മൾ ഓരോ ഡിവൈസസിനും ഓരോ സ്വിച്ച് യൂസ് ചെയ്തിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ അവിടുത്തെ കേസിൽ കറന്റ് ഫാനിന് കിട്ടുന്ന കറന്റ് ആകണമെന്നില്ല ബൾബിന് വേണ്ട കറന്റ്. അപ്പൊ അവിടെ കറന്റ് എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ സീരീസ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ LED ബൾബ്, ഹാങ് ചെയ്യുന്ന മാല ബൾബ് ആലോചിക്കുക. നമ്മുടെ പാരലൽ കണക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലത്തെ കണക്ഷനാണ് പാരലൽ കണക്ഷൻ ട്ടോ. പാരലൽ കണക്ഷൻ ആണോ സീരീസ് കണക്ഷൻ ആണോ നല്ലത് ചോദിച്ചു കഴിഞ്ഞാൽ പാരലൽ കണക്ഷൻ ആണ് നല്ലത്. കാരണം നമ്മുടെ വീട്ടിൽ ഒന്ന് ആലോചിച്ച് നോക്കാം, നിങ്ങളുടെ വീട്ടിൽ സീരീസ് കണക്ഷൻ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു സ്വിച്ച് അങ്ങോട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലത്തെ ഫ്രിഡ്ജും അതുപോലെ മിക്സിയും ഫാനും ഗ്രൈൻഡറും എല്ലാം ഒരുമിച്ചിട്ട് അങ്ങോട്ട് വർക്ക് ചെയ്യും. നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? വീട്ടിൽ സീരീസ് കണക്ഷൻ കണക്ട് ചെയ്യാണ്ട് നമ്മൾ സമാന്തര രീതി അല്ലെങ്കിൽ പാരലൽ കണക്ഷൻ വീട്ടിൽ വെച്ചിരുന്നത്. അപ്പൊ ശ്രേണി രീതിയിൽ നമ്മളിപ്പോ 2 റെസിസ്റ്റേഴ്സ് ആണ് എടുത്തിരിക്കുന്നത്. അതിനൊന്നിന് R1 എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്, രണ്ടാമത്തേന് R2 എന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുന്നുണ്ട്. സ്വിച്ച് ഓൺ ചെയ്തു. അപ്പൊ കറന്റ് ഇതിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഈ സർക്യൂട്ടിൽ കൂടെ കറന്റ് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇത് പോസിറ്റീവ് ടെർമിനൽ, ഇത് നെഗറ്റീവ് ടെർമിനൽ. കറന്റ് എപ്പോഴും പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് ഫ്ലോ ചെയ്യുള്ളൂ. അപ്പൊ കറന്റ് ഇതാ ഇവിടുന്ന്, ഇതാണ് ആരോ മാർക്ക് കറന്റിന്റെ ഡയറക്ഷൻ കാണിക്കുന്നത്. ഇത് കൂടെ പാസ് ചെയ്തു കറന്റ്. ഫസ്റ്റ് R1 റെസിസ്റ്ററിൽ കൂടെ കറന്റ് പാസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് R2 റെസിസ്റ്ററിൽ കൂടെ പോയി. അങ്ങനെ കറന്റ് തിരിച്ചെത്തും. ഇങ്ങനെയാണ് കറന്റിന്റെ ഫ്ലോ വരുന്നത്. അപ്പൊ സമാന്തര രീതിയിൽ ശ്രേണി രീതി ആയതുകൊണ്ട് R1 റെസിസ്റ്ററിലും R2 റെസിസ്റ്ററിലും കൂടെ ഒഴുകുന്ന കറന്റ് എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്, ഒരേ കറന്റ് തന്നെയാണ്. നമ്മൾ എത്ര ഇപ്പോ 0.5 ആംബിയർ കറന്റ് ആണ് നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ R1 റെസിസ്റ്ററിനും 0.5 ആംബിയർ തന്നെയായിരിക്കും. R2 എന്ന് പറയുന്ന റെസിസ്റ്ററിന് കിട്ടുന്നതും 0.5 ആംബിയർ കറന്റ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. എന്നാൽ ഇവിടത്തെ കേസിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് വ്യത്യാസമാണ്. കറന്റ് സെയിം ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് R1 റെസിസ്റ്ററിന് V1 പൊട്ടൻഷ്യൽ ഡിഫറൻസും R2 റെസിസ്റ്ററിന് V2 എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസുമാണ് കൊടുക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ സീരീസ് കണക്ഷന്റെ ഫിഗർ എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്ക് ഇന്ന് 2 ടൈപ്പിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. പ്രോബ്ലം ആണ് എക്സാമിന് ചോദിക്കുക. ഡെറിവേഷൻ വരുന്നുണ്ട്. ഡെറിവേഷൻ എക്സാമിന് ചോദിക്കാറില്ല, പക്ഷെ പ്രോബ്ലംസ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണിത്. നമുക്ക് ഒന്നില്ലെങ്കിൽ ഫിഗർ തന്നിട്ട് ഇതില് ഏത് കണക്ഷനാന്ന് ചോദിക്കാം, അല്ലെങ്കിൽ അവര് റെസിസ്റ്റർ തന്നിട്ട് സീരീസ് കണക്ഷനിൽ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ പാരലൽ കണക്ഷനിൽ കണക്ട് ചെയ്യുന്നതിന്റെ ഡയഗ്രാം വരയ്ക്കാനും ചോദിക്കും. അപ്പൊ 2 ടൈപ്പിലും ക്വസ്റ്റ്യൻസ് മാറി മാറി ചോദിച്ചു കാണുന്നതാണ്. ഇനി ശ്രേണി രീതിയിൽ നമ്മൾ പറഞ്ഞു, ഓരോ പ്രതിരോധത്തിലും കറന്റ് എന്തായിരിക്കും? ഓരോ റെസിസ്റ്ററിൽ കൂടെയും പോകുന്ന, അപ്പൊ R1 പോകുന്ന കറന്റ് തന്നെയാണ് R2 കൂടെയും പോകുന്നത്. അപ്പൊ കറന്റ് ഇവിടുത്തെ കേസിൽ തുല്യമാണ്. എന്നാൽ വോൾട്ടത അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. R1 റെസിസ്റ്ററിന് കിട്ടുന്ന വോൾട്ടേജ് ആകണമെന്നില്ല R2 എന്ന് പറയുന്ന റെസിസ്റ്ററിന് കിട്ടുന്നത്. ഇപ്പൊ നമ്മളൊരു 12 വോൾട്ട് റെസിസ്റ്റർ 12 വോൾട്ട് ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. നമ്മൾ 12 വോൾട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ R1 റെസിസ്റ്ററും R2 റെസിസ്റ്ററും അത് ഈക്വലി ആണ് ഡിവൈഡ് ചെയ്യുക. അപ്പൊ 12 വോൾട്ട് നമ്മൾ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ 12 വോൾട്ട് ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ
ഇവിടെ നമ്മൾ 12 വോൾട്ട് ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് 6 വോൾട്ട് കിട്ടും, ഇതിന് 6 വോൾട്ട് കിട്ടും. ഈക്വലി ആണ് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഇനി മൂന്നാമതൊരു ഡിവൈസ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ 12നെ 3 ഈക്വലി ഡിവൈഡ് ചെയ്തിട്ടാണ് കൊടുക്കുക. പക്ഷെ നമ്മൾ ഈ സർക്യൂട്ടിൽ കൂടെ കൊടുക്കുന്ന കറന്റ് ഒരു 5 ആംപിയർ കറന്റ് ആണെന്നുണ്ടെങ്കിൽ R1 റെസിസ്റ്ററിന് കിട്ടുന്നതും 5 ആംപിയർ കറന്റ് ആയിരിക്കും, R2 റെസിസ്റ്ററിന് കിട്ടുന്ന കറന്റും 5 ആംപിയർ കറന്റ് ആയിരിക്കും. ഇനി നമുക്കിതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുണ്ട്. ഇതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനുണ്ട്. ഡെറിവേഷൻ ഇമ്പോർട്ടന്റ് ഇല്ല, പക്ഷെ നമുക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സഫല പ്രതിരോധത്തിന്റെ ഇക്വേഷൻ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എടുക്കുന്നത് മാറിക്കൊണ്ടിരിക്കുന്ന സീരീസ് കണക്ഷനിൽ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അപ്പൊ നമ്മൾ ഈ സർക്യൂട്ടിന്റെ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാം. V is equal to V1 പ്ലസ് V2. ഇവിടെ നമ്മൾ 2 റെസിസ്റ്ററാ വെക്കുന്നുള്ളൂ. അപ്പൊ 2 പൊട്ടൻഷ്യൽ ഡിഫറൻസേ ഉള്ളൂ, V1ഉം V2ഉം. ഇപ്പൊ ഇനി മൂന്നാമതൊന്നും കൂടെ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ V1ഉം വരും, V2ഉം വരും, V3യും വരും. ഇനി നമ്മൾ ഓംസ് ലോ പ്രകാരം നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. V is equal to നമ്മുടെ IR ആണ്. V is equal to IR ആണ് നമ്മുടെ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ V1 is equal to എന്താ വരാം? I ഇവിടെ ചേഞ്ച് ആവുന്നുണ്ടോ? സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് ഐക്ക് ഒരു ചേഞ്ചും ഇല്ല. അപ്പൊ I തന്നെയാണ്. V1 എന്ന് പറയുന്നത് R1 റെസിസ്റ്ററിൽ ഉള്ളതാണ്. അപ്പൊ V1 is equal to IR1. ഇനി അടുത്തത് V2. V2 എന്ന് പറയുന്നത് V2 പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരുമ്പോ നമുക്കറിയാം കറന്റ് ചേഞ്ച് ഇല്ല, സീരീസ് കണക്ഷൻ ആയതുകൊണ്ട്. അപ്പൊ കറന്റ് I തന്നെയാണ്, R2 വരും റെസിസ്റ്റർ. അപ്പൊ ഈ കാണുന്ന വിയും V1ഉം V2ഉം നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഈ വിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? IR എന്ന് കൊടുക്കാം. ഈക്വൽ ടു V1ന് പകരം നമുക്ക് IR1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. IR1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതുപോലെ V2ന് പകരം നമുക്ക് IR2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെയും കോമൺ ആയിട്ട് I ഉണ്ട്, ഇവിടെയും I ഉണ്ട്. അപ്പൊ നമുക്ക് ഈ രണ്ടിൽ നിന്നും Iനെ കോമൺ ആയിട്ട് പുറത്തെടുക്കാം. അപ്പൊ I പുറത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ R1 പ്ലസ് R2 എന്ന് വരും. ഇവിടെ IR ഉണ്ട്, ഇപ്പുറത്തും I ഉണ്ട്, ഇപ്പുറത്തും I ഉണ്ട്. അപ്പൊ നമുക്ക് കോമൺ ആയിട്ട് I ഉള്ളത് കൊണ്ട് നമുക്ക് അതിന് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. Iയും ക്യാൻസൽ ചെയ്ത് പോയി. അപ്പൊ R is equal to R1 പ്ലസ് R2 എന്ന് കിട്ടും. ഇതാണ് സീരീസ് കണക്ഷന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സഫല പ്രതിരോധം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഡെറിവേഷൻസ് അറിഞ്ഞില്ലെങ്കിൽ കൂടെ ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് സീരീസ് കണക്ഷൻ ആണെങ്കിൽ നമ്മൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സഫല പ്രതിരോധം കണ്ടുപിടിക്കുന്നത്. R is equal to R1 plus R2. ഇനി അടുത്തതാണ് സമാന്തര രീതി അല്ലെങ്കിൽ പാരലൽ കണക്ഷൻ എന്ന് പറയുന്നത്. പാരലൽ കണക്ഷൻ ഇതാണ് നമ്മുടെ പാരലൽ കണക്ഷന്റെ ഫിഗർ എന്ന് പറയുന്നത്. ഇതാണ് ഫിഗർ. ഇതേപോലെ നമ്മൾ 2 റെസിസ്റ്റേഴ്സ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഒന്ന് R1 എന്ന് പറയുന്ന റെസിസ്റ്റർ, ഇനിയൊന്ന് R2 എന്ന് പറയുന്ന റെസിസ്റ്റർ. അങ്ങനെ 2 റെസിസ്റ്റേഴ്സ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒന്ന് R1, R2. ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് പാരലൽ ആയിട്ടാണ്. ഇവിടെ നമ്മൾ വോൾട്ട് കൊടുക്കുന്നുണ്ട്.
വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്, സർക്യൂട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്, ഇതിൽ കൂടെ കറന്റ് നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. ഇവിടം വരെ കറന്റ് എത്തുന്നത് നമ്മൾ കൊടുക്കുന്ന ഐ എന്ന് പറയുന്ന കറന്റ് തന്നെയാണ്. എന്നാൽ ഈ ഒരു പോയിന്റിൽ എത്തണ സമയത്ത് കറന്റ് രണ്ടായി സ്പ്ലിറ്റ് ആവും. R1 റെസിസ്റ്ററിലേക്ക് ഒരു കറന്റും R2 റെസിസ്റ്ററിലേക്ക് വേറൊരു കറന്റും ആയിരിക്കും. അപ്പൊ R1 റെസിസ്റ്ററിൽ കടന്നു പോകുന്ന കറന്റിനെ നമ്മൾ I1 ആയിട്ടും R2 റെസിസ്റ്ററിൽ കൂടെ കടന്നു പോകുന്ന കറന്റിനെ I2 ആയിട്ടുമാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ഈ കറന്റ് ഇത് കൂടെ പാസ് ചെയ്ത് രണ്ടും ഇങ്ങോട്ട് പാസ് ചെയ്യും. ഈ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നോർമൽ ഐ ആയിട്ട് തന്നെയാണ് ഇങ്ങോട്ട് എത്തുന്നത്. അപ്പൊ R1 റെസിസ്റ്ററിൽ കൂടെ പാസ് ചെയ്യുന്ന കറന്റ് എന്ന് പറയുന്നത് I1 കറന്റും R2 എന്ന് പറയുന്ന റെസിസ്റ്ററിൽ കൂടെ പാസ് ചെയ്യുന്ന കറന്റ് I2 എന്ന് പറയുന്ന കറന്റുമാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സീരീസ് കണക്ഷനിൽ കറന്റ് സെയിമും പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് ഡിഫറൻറ്റുമായിരുന്നു. എന്നാൽ പാരലൽ കണക്ഷനിൽ അല്ലെങ്കിൽ സമാന്തര രീതിയിൽ കറന്റ് വ്യത്യസ്തവും പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇവിടെ വോൾട്ടേജ് നമ്മളിവിടെ 6 വോൾട്ട് ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് റെസിസ്റ്ററിനും 6 വോൾട്ട് തന്നെ കിട്ടും, രണ്ടാമത്തെ റെസിസ്റ്ററിനും 6 വോൾട്ട് തന്നെ ആയിരിക്കും കിട്ടുക. കാരണം അവിടെ രണ്ടിടത്തും പാരലൽ കണക്ഷനിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഇനി നമുക്കിതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനുണ്ട്. ഈ ഫിഗർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനിയിപ്പോ മൂന്നാമതൊരു റെസിസ്റ്ററും കൂടെ ഇതിൽ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതിപ്പോ 2 റെസിസ്റ്റേഴ്സ് നമ്മൾ വെച്ചിട്ടുള്ളൂ. ഇനിയിപ്പോ ഒരു മൂന്നാമതൊന്നും കൂടെ വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും കൂടെ ഇവിടെ മൂന്നാമതൊന്നും കൂടെ വരയ്ക്കേണ്ടി വരും. മൂന്നാമതൊരു കണക്ഷനും കൂടെ വരയ്ക്കും. അപ്പൊ ഇതിൽ കൂടെ കറന്റ് പോകുന്നത്, ഇതിൽ കൂടെ കടന്നു പോകുന്നത് I3 എന്ന് പറയുന്ന കറന്റ് ആയിരിക്കും. റെസിസ്റ്റർ R3 ആയിരിക്കും. അപ്പൊ സമാന്തര രീതി അല്ലെങ്കിൽ പാരലൽ കണക്ഷനിൽ കറന്റ് എന്താണ്? ഡിഫറന്റ് ആണ്. പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും, സെയിം ആയിരിക്കും. ഇനി ഇവിടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്, സഫല പ്രതിരോധം നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുന്നുണ്ട്. ഈ ഡെറിവേഷനിലോട്ട് നമ്മൾ എത്തുന്നത് ഇവിടെ നമ്മൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ കറന്റ് ആണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ സർക്യൂട്ടിന്റെ ടോട്ടൽ കറന്റ് കിട്ടാൻ I is equal to I1 plus I2 ചെയ്താൽ മതി. അപ്പൊ ഐന്റെ ഇക്വേഷൻ നമ്മുടെ ഓംസ് ലോ പ്രകാരം I is equal to V by R ആണ്. ആ ട്രയാങ്കിൾ നമ്മുടെ ഓർത്താ മതി. ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ V I R. അപ്പൊ നമുക്ക് I ആണ് കാണേണ്ടത്. അപ്പൊ ഐനെ പൊത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ V by R എന്ന് കാണും. അപ്പൊ V by R ആണ് ഐന്റെ ഇക്വേഷൻ. അപ്പൊ I1 is equal to V എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈ പാരലൽ കണക്ഷനിൽ ചേഞ്ച് ആകുന്നില്ല. അതുകൊണ്ട് ഡിവൈഡഡ് ബൈ ഇതെന്ത് വരും? R1 എന്ന് വരും. I2 എന്ന് പറയുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് മാറ്റമില്ല, V തന്നെയാണ്. V by R2, രണ്ടാമത്തെ റെസിസ്റ്റർ R2. ഇനി ഈ ഐയും അതുപോലെ I1ഉം I2ഉം കാണുന്നിടത്ത് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഐന്റെ സ്ഥാനത്ത് V by R എന്ന് കൊടുക്കാം, I1ന്റെ സ്ഥാനത്ത് V by R1 എന്ന് കൊടുക്കാം, I2വിന്റെ സ്ഥാനത്ത് V by R2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി ഈ ഭാഗത്ത് ഇവിടെയും V ഉണ്ട്, ഇവിടെയും V ഉണ്ട്. അപ്പൊ നമുക്ക് കോമൺ ആയിട്ട് Vനെ ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ 1 by R1 പ്ലസ് 1 by R2 എന്ന് കിട്ടും. ഇവിടെയും V ഉണ്ട്, ഇവിടെയും V ഉണ്ട്. Vയും Vയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 1 by R is equal to 1 by R1 plus 1 by R2 എന്ന് കിട്ടും. ഇതാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് പാരലൽ കണക്ഷനിൽ സഫല പ്രതിരോധം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് 1 by R is equal to 1 by R1 plus 1 by R2 എന്ന് പറയുന്നത്. ഇനി ഒരു റെസിസ്റ്ററും കൂടെ നമ്മൾ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 by R3 കൂടെ വരും. ഇനി 2 റെസിസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ, നമ്മൾ വാല്യൂ കൊടുക്കുമ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അപ്പൊ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ടുള്ള വാല്യൂ R is equal to R1 into R2 divided by R1 plus R2. ഈ ഒരു ഇക്വേഷൻ
ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. ഇത് ഈ ഇക്വേഷന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത ഇക്വേഷൻ ആണ്. അപ്പൊ R is equal to R1 into R2 divided by R1 plus R2. ഇതാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സഫല പ്രതിരോധം പാരലൽ കണക്ഷന്റെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇതിപ്പോ 3 റെസിസ്റ്റർ തരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്യേണ്ടി വരും. ഇത് 2 എണ്ണം ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ.